കടത്തുവള്ളങ്ങൾ മാതരണീയനായ കേരള ഗവർണർ ശ്രീ നിഖിൽ കുമാർ അവർക്ക് കടന്നു വരാൻ ആസൂത്രിതമായി വെട്ടി ഒരു സമാനത നമുക്ക് വായ്ത്താരികൾ പാടി ആഘോഷഭരിത. രണ്ടാമത്തെ ട്രാക്കിൽ ചെറുതന, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ പുളുങ്കുന്ന്, നാലാമത്തെ ട്രാക്കിൽ വിജയിക്കുവാൻ വേണ്ടി മാത്രമെത്തിയിരിക്കുന്ന വിജയത്തിൽ കുറഞ്ഞ് ഒന്നും സ്വന്തമാക്കുവാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 4 തുണക്കുട്ടന്മാർ, 4 കളിവള്ളങ്ങൾ, 4 കരിനാഗങ്ങളെ പോലെ കടന്നു വരുന്നു. ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി, രണ്ടാമത്തെ ട്രാക്കിലൂടെ ചെറുതന, മൂന്നാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, നാലാമത്തെ ട്രാക്കിൽ പുളുങ്കുന്ന്. 1965 പുളുങ്കുന്ന് വള്ളം പണിതത്. പുളുങ്കുന്ന് വള്ളത്തെ പറ്റി നമുക്കറിയാം. 71 കല്ലൂപ്പറമ്പനുമായി നെഹ്റു ട്രോഫി അവർ പങ്കുവച്ചു. അതിനു മുൻപ് 66-ലും 67-ലും 69-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ 60കളുടെ അവസാനവും 70കളിലും നെഹ്റു ട്രോഫി വേദികളിൽ രോമാഞ്ചമായിരുന്ന പുളുങ്കുന്ന 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ആക്കി മാറ്റിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം വഹിക്കുന്ന ഏക ചുണ്ടൻ വള്ളം ജവഹർ തായങ്കരി 1-ാമത്തെ ട്രാക്കിൽ വളരെ മനോഹരമായ ഒരു പ്രകടനത്തിൽ അവർ കടന്നു വരുന്നു. 1-ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി ബിനോയ് പുന്നൂസിന്റെ നേതൃത്വത്തിൽ കുമരകംകാരി തുഴഞ്ഞ് വളരെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ ജവഹറും ചെറുതനയും വെള്ളംകുളങ്ങരയും പുളുങ്കുന്നും കടന്നു വരുന്നു. വളരെ മനോഹരമായ ഒരു പ്രകടനമായി കളിവള്ളങ്ങൾ കാഴ്ചവെച്ചു. ഇപ്പോൾ തന്നെ ജവഹർ തായങ്കരിക്ക് ഏറ്റുമതിയും അക്രമം സംഭവിക്കാൻ സാധിക്കും. അതുപോലെ വളരെ മനോഹരമായ പ്രകടനം ഇതാ വെള്ളംകുളങ്ങര അല്പം ലീഡ് കരസ്ഥമാക്കാനുള്ള ശ്രമത്തിൽ അല്ല, ജവഹർ തന്നെ, ജവഹറും വെള്ളംകുളങ്ങരയും ചെറുതനയും തമ്മിലുള്ള പോരാട്ടം. പുളുങ്കുന്ന വള്ളം അല്പം പിന്നിലാണ്. ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ജവഹർ തായങ്കരി. അതുപോലെ 3-ാം ട്രാക്കിലെ വെള്ളംകുളങ്ങരയും മാമ്പുഴക്കരി വോട്ടപ്പുകാരുടെ വെള്ളംകുളങ്ങരയും വളരെ മനോഹരമായ ഒരു പ്രകടനമാണ്. വളരെ ശക്തമായ പോരാട്ടം. 3 കളിവള്ളങ്ങൾ. ജവഹർ തായങ്കരി 1-ാമത്തെ ട്രാക്കിൽ, ചെറുതന 2-ാമത്തെ ട്രാക്കിൽ, വെള്ളംകുളങ്ങര 3-ാമത്തെ ട്രാക്കിൽ. പുളുങ്കുന്ന ഒരു പരാജയം സംഭവിച്ച രീതിയിലാണ്. ഇപ്പോഴും ജവഹർ തായങ്കരിയും ബിനോയ് മാത്യുവിന്റെയും നേതൃത്വത്തിലുള്ള ശക്തമായ ടീമുകൾ കടന്നു വരുന്നു. ജവഹർ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഏകദേശം 300 മീറ്റർ പിന്നിട്ട് നിൽക്കുമ്പോൾ ഒരു വള്ളപ്പാടിന് വ്യക്തമായ ആധിപത്യത്തോടുകൂടി 1-ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി അടുക്കും ചിട്ടയോടുകൂടി ശക്തമായ കുഴപ്പാടുകളോടുകൂടി അവരിതാ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. വിശിഷ്ട അതിഥികളെ പോലും ഇരിപ്പിടത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് അവ ശക്തമായ നയമ്പുകളും കുത്തിയെറിഞ്ഞുകൊണ്ട് അവർ കടന്നു വരുന്നു. 5 പങ്കായക്കാരും ഇതാ പങ്കായം കുത്തിയെറിഞ്ഞുകൊണ്ട് ഇതാ ഒന്നാമതായി ഫിനിഷ് ചെയ്ത് ദൃശ്യം ഒന്നുകൂടി കാണാം. വളരെ വളരെ ആവേശോജ്വലത്തിൽ പുന്നമക്കായലിൽ നടക്കുന്ന വിശ്വവിഖ്യാതമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രം അനേകം വിദേശികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൂടെയൊക്കെ ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ആയാപറമ്പ് വലിയ വിവാഞ്ചി 17-ാം നമ്പർ വള്ളം 1-ാം ട്രാക്കിൽ തുഴയുന്നു. പായിപ്പാടൻ 20-ാം നമ്പർ വള്ളം 2-ാം ട്രാക്കിൽ തുഴയുന്നു. ആനാരി 14-ാം നമ്പർ വള്ളം 3-ാം ട്രാക്കിൽ തുഴയുന്നു. അതുപോലെ തന്നെ മഹാദേവൻ 11-ാണ്. ഇപ്പോൾ പറയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു നീക്കമാണ് ഈ വള്ളങ്ങൾ. അനേകം ആഴ്ചകളിലെ ട്രയലുകൾ ചുണ്ടൻ വള്ളങ്ങൾക്ക് ആവശ്യമാണ്. അത് മഴക്കാലത്തെ വരവേക്കാതെ പോലും മിക്ക ചുണ്ടനുകളും ചെയ്തിട്ടുണ്ട്. പായിപ്പാട് ഞാനിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്, അതിന്റെ തൊട്ടു പിന്നിൽ തന്നെ ആനാരി, അതിന്റെ പിന്നിൽ മഹാദേവൻ. ഇപ്പോൾ ആനാരി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 14-ാം നമ്പർ വള്ളം ഇതേവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത വള്ളം, പക്ഷേ പ്രശസ്തമായ UBC ക്യാപ്റ്റനായിട്ടുള്ള ആനാരി, അതെ ആനാരി തന്നെയാണ് ഇപ്പോൾ മുന്നിൽ. പക്ഷേ ആയാപറമ്പ് റാഞ്ചിയും പായിപ്പാടനും മഹാദേവനും കൂടി തന്നെയാണ്
പിടിവാശിയോടുകൂടി ആനാരിയാണോ ആൽപ്പറയാണോ മൂന്നാം ട്രാക്കിൽ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് പറയാവുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ പുന്നമടയിൽ രണ്ടാം ഹീറ്റ്സിൽ നടന്നത്. റീപ്ലേ കാണാം. റീപ്ലേയിൽ നമുക്ക് മിക്കവാറും വിജയി ആരാണെന്ന് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. 14 നമ്പർ വള്ളം ആനാരിയാണോ 20 നമ്പർ വള്ളം മോണിറ്ററിൽ നോക്കിയതിൽ നിന്നും കമന്റേറ്റർ ബോക്സിലുള്ള മോണിറ്ററിൽ നോക്കിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആനാരിയാണ് 1-ാം സ്ഥാനത്തെത്തിയതെന്നാണ്. പായിപ്പാടന് 2-ാം സ്ഥാനം കൊണ്ട് 2-ാം ഹീറ്റ്സിൽ തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാണ് തോന്നുന്നത്. വീണ്ടും ഒരു റീപ്ലേ. ഹീറ്റ്സിലെ വിന്നർ ആനാരി പുത്തൻചുണ്ടൻ. ആനാരി ചുണ്ടനാണ് ചുണ്ടൻ വള്ളങ്ങളുടെ 2-ാം ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തെത്തിയത്. 2-ാം സ്ഥാനം പായിപ്പാടൻ, 3-ാം സ്ഥാനം മഹാദേവൻ, 4-ാം സ്ഥാനം ആയാപറമ്പ് വലിയ ദിവാൻജി. അങ്ങനെ വളരെ ദേവസ്വം ഇല്ലിക്കളവും തമ്മിലാണ് വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകം. അത് രണ്ടുപേർക്കും തുഴച്ചിൽ പാരമ്പര്യമുണ്ട്. വലിച്ചു തുഴയലും കുത്തിത്തുഴയലും കൊത്തിത്തുഴയലും വലിച്ചു തുഴയലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഇതാരാണ് മുമ്പോട്ട് കരുതുക? നിമിഷങ്ങൾക്കുള്ളിൽ തീർപ്പാകും. ഇല്ലിക്കളം ചുണ്ടനും ദേവസ് ചുണ്ടനും തമ്മിൽ വ്യക്തമായ ശക്തമായ മത്സരം. ഈ ഇരു കരകളെയും കോരിത്തെറിപ്പിക്കുന്ന ഒരു മത്സരം. ഇല്ലിക്കളമാണോ അതോ ദേവസാണോ മുന്നോട്ട് കയറുക? ആവേശഭരിതരായ ആളുകൾ ആർപ്പ് വിളിക്കുന്നു, ആരവം വിളിക്കുന്നു, വിസിലടിക്കുന്നു. ഇത് ഇല്ലിക്കളം മുന്നേറുന്നു. ദേവസ് ഇല്ലിക്കളം അവര് വളരെ ശക്തമായി വളരെ 21-ാം നമ്പറുള്ള ഇല്ലിക്കളമാണോ മുൻപിൽ? ഇല്ലിക്കളം തന്നെ വ്യക്തമായി മുന്നേറുന്നു. 7-ാം നമ്പറുള്ള ജീസസ് ആണോ? രണ്ട് വള്ളങ്ങൾക്കും ഏതാണ്ട് സുവർണ്ണ നിറമാണ്. ദേവസ് അട്ടിമറി വിജയത്തിലൂടെ വളരെ ഉദിച്ചു ചാട്ടം തന്നെ നടത്തിയിരിക്കുന്നു. ഇത് അയ്യട പോയട എന്നുള്ള ആവേശത്തോടുകൂടി ഇരു കരകളിൽ നിൽക്കുന്ന വള്ളംകളി പ്രേമികളുടെ ആവേശം നെഞ്ചിലേറ്റി വാങ്ങിക്കൊണ്ട് ദേവസ് ചുണ്ടൻ പടിഞ്ഞാറ് ട്രാക്കിലൂടെ 4-ാം ട്രാക്കിലൂടെ പോകും. ദേവസ് ചുണ്ടൻ അത് വ്യക്തമായ ഒരു മുന്നേറ്റം നടത്തുകയാണ് എന്ന് തോന്നുന്നു. 21-ാം നമ്പർ ഇല്ലിക്കളം വള്ളം തൊട്ട് പിന്നാലെയുണ്ട്. 8-ാം നമ്പർ വള്ളം വളരെ പിന്നിലായി വന്നുകൊണ്ടിരിക്കുന്നു. കരുവാറ്റ പുത്തൻചുണ്ടൻ അതിലും പിന്നിലായിട്ടാണ് ഫിനിഷിംഗില് ദേവസ് ചുണ്ടൻ ഫിനിഷ് ചെയ്യുന്നതായി ഏതാണ്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലിക്കളമാണോ ദേവസാണോ എന്നുള്ളത് വ്യക്തമാകും. ശ്രീവിനായകൻ 4-ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, 1-ാമത്തെ ട്രാക്കിലുള്ള ആയാപറമ്പ് പാണ്ഡ്യ ചുണ്ടനിൽ മത്സരിക്കുന്നത് സംഘം പള്ളിക്കാരാണ്. കന്നേറ്റിയിൽ നടക്കുന്ന വള്ളംകളിയിലൊക്കെ പങ്കെടുത്ത് കല്ലറയിലും കൊല്ലത്തുമൊക്കെ വള്ളംകളിയിൽ പങ്കെടുത്ത് അവര് ചുണ്ടൻ വള്ളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നെഹ്റു ട്രോഫിയിൽ പോച്ചയിൽ നാസറിന്റെ നേതൃത്വത്തിൽ ആയാപറമ്പ് പാണ്ഡ്യയിൽ മത്സരിക്കുന്നത്. ശ്രീ ഗണേശ് വള്ളം 2-ാം ട്രാക്കിൽ കഴിഞ്ഞ വർഷത്തെ വിജയിയായ ശ്രീ ഗണേശിൽ ഇക്കുറി മത്സരിക്കുന്നത് തുഴയുന്നത് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് ഹരിപ്പാടുകാരാണ്. അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ്. 4-ാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് തോമസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുന്നമട ബോട്ട് ക്ലബ്ബ് ആലപ്പുഴയാണ്. അങ്ങനെ വളരെ മനോഹരമായ പ്രകടനത്തിൽ ഇതാ ശ്രീ ഗണേശ് 2-ാമത്തെ ട്രാക്കിലുള്ള ശ്രീ ഗണേശ് വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് 3-ാം നമ്പർ വള്ളം ശ്രീ ഗണേശൻ മറ്റ് വള്ളങ്ങളെല്ലാം ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വിജയിയായ ശ്രീ ഗണേശ്, മൂലം ട്രോഫിയിൽ മുത്തമിട്ട ശ്രീ ഗണേശ്, കഴിഞ്ഞ റെക്കോർഡിന്റെ ഉടമയായ ശ്രീ ഗണേശ് 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 2007 റെക്കോർഡിട്ട ശ്രീ ഗണേശ് കഴിഞ്ഞ വർഷം 4 മിനിറ്റ് 32.2 സെക്കൻഡ് കൊണ്ട്
നെഹ്റു ട്രോഫി ഫൈനലിൽ ശ്രീഗണേശൻ വള്ളം മറ്റ് വള്ളപ്പാടുകൾ പിന്തള്ളിക്കൊണ്ട് ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ അവസാനത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വ്യക്തമായ ലീഡ് പേരും പെരുമയുമുള്ള കാരിച്ചാലിനെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ശ്രീഗണേശൻ വള്ളം ഇതാ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കുന്നു, ഫിനിഷ് ചെയ്തിരിക്കുന്നു. ശ്രീഗണേശക്കാർ തന്നെ തുഴയുന്ന വള്ളമാണ്. തോമസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അവര് ഈ സ്ഥലത്തെ ആളുകൾ തന്നെയാണ്, പ്രദേശവാസികൾ തന്നെ തുഴയുന്നു. അവര് 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കാരിച്ചാൽ വള്ളം 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആയാപറമ്പമായ ഒരു കാഴ്ചയാണ്. പച്ച ജാക്കറ്റും കാവി നിറത്തിലുള്ള മുണ്ട് ഒപ്പിക്കുകയുണ്ടായി. വെപ്പ് 2 വിഭാഗത്തിൽ തന്നെ എ ഗ്രേഡും ബി ഗ്രേഡുമായുണ്ട്. ഏറെ ആളുകൾ കയറുന്ന വെപ്പ് വള്ളങ്ങൾ 45 മുതൽ 50 വരെ തുഴച്ചിൽക്കാർ കയറുന്ന വെപ്പ് വള്ളങ്ങൾ എ ഗ്രേഡ് വിഭാഗത്തിലും 30 മുതൽ 35 വരെയുള്ള തുഴച്ചിൽക്കാർക്ക് ഈ വെപ്പ് വള്ളങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളിലെ പോലെ തന്നെ വലിയ പങ്കായങ്ങൾ ചുഴറ്റിയെറിഞ്ഞ് ഇരുവശത്തും കൂടി ട്രാക്കിലും ജയ്ഷോട്ട് പുളിക്കത്തറ 4ാമത്തെ ട്രാക്കിലുമായി മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 27-ാം നമ്പർ വള്ളം ആശാ പുളിക്കക്കളം, 26-ാം നമ്പർ വള്ളം അമ്പലക്കടവൻ, 30-ാം നമ്പർ വള്ളം വെങ്ങാഴി, 23-ാം നമ്പർ വള്ളം ജയ്ഷോട്ട് പുളിക്കത്തറ. 4ാമത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ജയ്ഷോട്ടാണോ അതല്ല മൂന്നോടെ വന്നുകൊണ്ടിരിക്കുന്ന വെങ്ങാഴിയാണോ അമ്പലക്കടവനാണോ 2ാമത്തെ ട്രാക്കിലൂടെ വരുന്ന അമ്പലക്കടവനാണോ മുന്നേറുന്നത്? രണ്ടതായി ഫിനിഷ് ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. തൊട്ട് പിന്നാലെ 30-ാം നമ്പർ വള്ളം വെങ്ങാഴി, 23-ാം നമ്പർ വള്ളം ജയ്ഷോട്ട് പുളിക്കത്തറയും തൊട്ട് പിന്നാലെ. ആ സമയത്ത് പോലും അവർ തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിൽ 23-ാം നമ്പർ വള്ളം മുൻപിൽ കയറുമോ എന്ന് തോന്നുകയാണ്. 26-ാം നമ്പർ വള്ളം അമ്പലക്കടവൻ ഏതാണ്ട് വ്യക്തമായ മുന്നേറ്റം കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. വാത്സല്യം മോഹനൻ കരുനാഗപ്പള്ളി കാരണ്യ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന കൊല്ലം പ്രദേശത്തുള്ള ആവേശഭരിതരായി മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ കർഷക തൊഴിലാളികളും കടലിൽ പോയി പരിചയമുള്ളവരും ഒക്കെ നയമ്പ് പിടിക്കുന്ന അമ്പലക്കടവൻ മുന്നേറ്റം കൈവരിക്കുന്നു. 2ാമതായി പുറകെ എത്തിച്ചേരുന്നത് ആശാ പുളിക്കക്കളമാണ്. അതും കല്ലട ഭാഗത്തു നിന്ന് കൊല്ലത്തു നിന്നുള്ള 2 വള്ളങ്ങളുടെ വളരെ ആവേശപരമായ വളരെ ഉജ്ജ്വലമായ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ഈ പേരുള്ള വള്ളങ്ങൾ തന്നെ വളരെ ഖ്യാതിയുള്ള വള്ളങ്ങൾ തന്നെ കോട്ടപ്പുറത്ത് നിന്ന് വരുന്ന അരൂർ ചേർത്തലയിൽ നിന്ന് വരുന്ന അരൂരിൽ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന വള്ളം ഉദയംപറമ്പിൽ ഈ വള്ളങ്ങളുടെ വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണം ശ്രീ ജോജ്. വള്ളങ്ങൾ 3rd ലൂസേഴ്സ് ബോട്ട് ക്ലബിന്റെ ഉടമസ്ഥയിലാണ്. ആദ്യകാലം മുതൽ നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്തുവെങ്കിലും നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ 1980 വരെ ചമ്പക്കുളം ചുണ്ടന് കാത്തിരിക്കേണ്ടി വന്നു. AK ലാലസന്റെ ക്യാപ്റ്റൻസിയിൽ 89, 90, 91 വർഷങ്ങളിൽ വിജയിച്ച് 1966, 67, 69, 71 എന്നീ വർഷങ്ങളിൽ വിജയിയായ പുളിങ്ങുന്ന വള്ളമാണ് ഇപ്പോൾ 3rd ലൂസേഴ്സ് ഫൈനൽ. പക്ഷേ കരുവാറ്റ ശ്രീവിനായകൻ 13-ാം നമ്പർ വള്ളം ഇതാ വാശിയോടെ തുഴഞ്ഞു മുൻപന്തിയിലെത്തിയിരിക്കുന്നു. 13-ാം നമ്പർ വള്ളം സെന്റ് ആന്റണീസ് ബോട്ട് ക്ലബ്. ഇതേവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ സാധിക്കാത്ത ശ്രീവിനായകൻ, കരുവാറ്റ ശ്രീവിനായകൻ 3rd ലൂസേഴ്സ് ഫൈനലിൽ കരുവാറ്റ ശ്രീവിനായകൻ 3ാം ട്രാക്കിൽ തുഴയുന്ന 13-ാം നമ്പർ വള്ളം കരുവാറ്റ ശ്രീവിനായകൻ സെന്റ് ആന്റണീസ് ബോട്ട് ക്ലബ്. ഇതേവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും 3rd ലൂസേഴ്സ് ഫൈനലിലെങ്കിലും ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തുമെന്ന വാശിയോട് തുഴയുന്ന കരുവാറ്റ ശ്രീവിനായകൻ. ആയാപറമ്പ്, ചെറുതന, കരുവാറ്റ, പുത്തൻചുണ്ടൻ ഈ 4 വള്ളങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയാപറമ്പ്, പാണ്ടി, പുത്തൻചുണ്ടൻ, ഓച്ചയിൽ നാസർ നയിക്കുന്ന സംഘം കന്നേറ്റി കരുനാഗപ്പന പുത്തൻചുണ്ടനും ആയാപറമ്പ് പാണ്ടിയും ഒപ്പത്തിനൊപ്പം തന്നെ തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ 2nd ലൂസേഴ്സ് ഫൈനലിൽ 3ാമത്തെ ഹീറ്റ്സിൽ 4ാമത്തെ ഹീറ്റ്സിൽ 3ാമതായി വന്ന വള്ളവും 1ാമത്തെ ഹീറ്റ്സിൽ 3ാമതായി വള്ളൻ കരുവാറ്റ പുത്തൻചുണ്ടൻ മഹാദേവൻ ഈ 4 വള്ളങ്ങളാണ് മുൻപോട്ട് കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായ ഒരു മത്സരം. 11ാം നമ്പർ മഹാദേവൻ വള്ളം പുതിയ വള്ളമാണ്. മഹാദേവൻ വള്ളവും ചെറുതന
മത്സരം. 11 നമ്പർ വള്ളം മഹാദേവൻ വ്യക്തമായ മുന്നേറ്റം. ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ കൈവരിച്ചിരിക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ കരുവാറ്റ പുത്തൻചുണ്ടനും ഒന്നാം സ്ഥാനത്തേക്ക് ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന മഹാദേവൻ, 2ാം സ്ഥാനത്തേക്ക് ചെറുതന, 3ാം സ്ഥാനത്തേക്ക് നായാപറമ്പ് പാണ്ടി, 4ാം സ്ഥാനത്തേക്ക് കരുവാറ്റ ചുണ്ടനും വന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ചുണ്ടന്റെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിലെ 1ാം സ്ഥാനക്കാരനായി മഹാദേവൻ വള്ളം ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ കടന്നിരിക്കുന്നു. കുമരകം ബോട്ട് ക്ലബ്ബ് 1ാം സ്ഥാനം കാരിച്ചാലിന് സമ്മാനിച്ചു. പിന്നീട് 86-ലും 87-ലും വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്കാർ തുഴഞ്ഞ് കാരിച്ചാലിൽ 1ാം സ്ഥാനം നേടി. പിന്നെ 2000-ൽ ആലപ്പുഴ ബോട്ട് ക്ലബിനായിരുന്നു കാരിച്ചാലിന് 1ാം സ്ഥാനം നേടുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. പിന്നീട് 2001-ൽ FBC ചാനലും ദേവസ്വം വെള്ളംകുളങ്ങരയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരണം ഇപ്പോൾ നടക്കുന്നത് ചുണ്ടൻ ലൂസേഴ്സ് ഫൈനൽ. കാരിച്ചാലും കായിക്കാരനും ദേവസ്വം വെള്ളംകുളങ്ങരയും തമ്മിലുള്ള മത്സരമാണ് കേൾക്കുവാൻ സാധിച്ചത്. 5ാം നമ്പർ വള്ളം മുന്നിൽ, കാരിച്ചാലാണ് അല്പം മുന്നിൽ. അതുപോലെ തന്നെ 3ാം ട്രാക്കിൽ തുഴയുന്ന 3ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരൻ ആണ് ദേവസ്വം. 4ാം ട്രാക്കിൽ തുഴയുന്ന വെള്ളംകുളങ്ങര 9ാം നമ്പർ വള്ളം. ഇപ്പോൾ അല്പം മുന്നിൽ ജീസസ് ബോട്ട് ക്ലബ് കൊല്ലം ശൈലിയിൽ അച്ചൻകുഞ്ഞ് ക്യാപ്റ്റനായിട്ടുള്ള 7ാം നമ്പർ വള്ളം ദേവസാണ് മുന്നിൽ. തൊട്ട് പുറകിൽ വെള്ളംകുളങ്ങര 1ാം ഹീറ്റ്സിലെ 2ാം സ്ഥാനക്കാരൻ. ജലോത്സവത്തിലെ വിജയിയായിട്ടുള്ള ദേവസും പായിപ്പാടനും തമ്മിലുള്ള ഒരു അംഗമാണ് എല്ലാ ആവേശവും കളിവള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് 61ാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുകയാണ്. 1ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശൻ, കഴിഞ്ഞ വർഷത്തെ വിജയി ശ്രീഗണേശൻ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഇതാ തുഴഞ്ഞു വരുന്നു. കുറുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം അരുൺകുമാർ മകൻ ക്യാപ്റ്റനായി ഇതാ തുഴഞ്ഞു വരുന്നു സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് ഹരിപ്പായിലൂടെ. എന്നാൽ 2ാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി വിനോദ് പുന്നൂസിന്റെ നേതൃത്വത്തിൽ ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകംകാർ തുഴഞ്ഞ് അവർ കടന്നു വരുന്നു. 3ാമത്തെ ട്രാക്കിൽ ഇല്ലിക്കളം അഭിലാഷ് രാജിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകംകാർ തുഴഞ്ഞ് കടന്നു വരുന്നു. 4ാമത്തെ ട്രാക്കിൽ ആനാരി UBC കൈനകരി ഹരിത തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 കളിവള്ളങ്ങൾ പേരും പെരുമയുമുണ്ടോ എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ കൂടുതൽ കഥകൾ പറയാനുള്ളത് ജവഹർ തായങ്കരിക്കാണ്. 78-ലും 77-ലും 85-ലും 2010-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ജവഹർ തായങ്കരി കഴിഞ്ഞ വർഷം മാത്രം നെഹ്റു ട്രോഫി കരസ്ഥമാക്കാൻ ഇതുവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഇല്ലിക്കളവും ആനാരിയും പുതിയ ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇതാ കടന്നു വരുന്നു. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുന്നു. പ്രഗത്ഭരായ 4 ടീമുകൾ വരെ ഈ കളിവള്ളങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച UBC കൈനകരി തുഴയുന്ന ആനാരി പുത്തൻചുണ്ടൻ വിശിഷ്ട അതിഥികളെ പോലും ചാടി എഴുന്നേൽപ്പിച്ച് കാഴ്ചക്കാരാക്കുന്ന മാത്രയിൽ അതുപോലെയുള്ള വാശിയേറിയൊരു പോരാട്ടമാണ്. 4 കളിവള്ളങ്ങൾ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. എങ്കിൽ പോലും ഇത് ഇവിടെ അക്ഷരം പ്രതി ശരിയാണ് സുഹൃത്തുക്കളെ. ഇതാ ശ്രീഗണേശൻ, 1ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശനും 1ാം നമ്പർ വള്ളം ജവഹർ തായങ്കരിയും ഇതാ ഇഞ്ചോടിഞ്ച് കുതിച്ചു പായുന്നു. ഇല്ലിക്കളവും ആനാരിയും വിട്ടുകൊടുക്കുന്നില്ല. വളരെ വാശിയേറിയ പോരാട്ടമാണ്. ഇപ്പോൾ ആനാരിയാണ് അല്പം മുൻപിൽ, അല്ല ഇല്ലിക്കുളമാണ്, അല്ല ജവഹർ തായങ്കരിയാണ്, അല്ല ശ്രീഗണേശാണ്. ഇല്ലിക്കുളം 1ാമത്തെ ട്രാക്കിലുള്ള ശ്രീഗണേശാണ്, 2ാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയാണ്, 4ാമത്തെ ട്രാക്കിലുള്ള ആനാരിയാണ്. 3 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി വളരെ വാശിയേറിയോടുകൂടി ഈ ഇതാ കഴിഞ്ഞ വർഷത്തെ വിജയി
അവർ നിരവധി തവണ ഇവിടെ മത്സരിച്ചു. പഴയ പായിപ്പാടൻ ജയിച്ചു ശ്രീ ഗണേശനിലെങ്കിൽ ഇപ്പോൾ വീണ്ടും ഹരിപ്പാടുകാര് തുഴഞ്ഞ് ശ്രീ ഗണേശൻ വിജയിക്കുന്നതിന്റെ റീപ്ലേ കാണാം സുഹൃത്തുക്കളെ. വളരെ വ്യക്തമായ ഒരു മത്സരമായിരുന്നു. ജവഹർ തായങ്കരിയെ 1-2 തുഴപ്പാടുകൾക്ക് പിന്തള്ളിക്കൊണ്ട് ശ്രീ ഗണേശ് വള്ളം ഇതാ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ രാഷ്ട്രശില്പി തിരുക്കൊച്ചിയുടെ സാമൂഹിക സാംസ്കാരിക ബോട്ട് ക്ലബിന് സ്വന്തം, കുട്ടനാട്ടുകാർക്ക് എല്ലാം സ്വന്തം.